മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ ജീവിതം സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരാൾ കൗൺസിലിങ്ങിന് വന്ന സമയത്താണ് ഇയാളുടെ അനുഭവങ്ങൾ പറയുന്നത്. പലരും ഇത്തരം ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അതായത് മുമ്പ് ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ ജീവിതം സ്റ്റക്കായിട്ട് എങ്ങോട്ടാ പോകേണ്ടതെന്നറിയാതെ ഒരു മൂഡ് സ്വിങ്സിലൂടെ കടന്നു പോകുന്ന പല ആളുകളും ഉണ്ടാകാറുണ്ട്. ആ കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ആളെക്കുറിച്ച് ഹിസ്റ്ററികൾ കേട്ടപ്പോഴാണ് അയാൾക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD ആണ് എന്നുള്ളത് കണ്ടെത്തിയത്. എന്താണ് PTSD? നമ്മുടെ ചെറുപ്പകാലത്തോ അല്ലെങ്കിൽ സമീപ പാസ്റ്റ് കാലങ്ങളിലോ ഒക്കെ നമ്മൾ നേരിട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രോമ, ഫിസിക്കൽ അബ്യൂസ് ആകാം, ഏതെങ്കിലും അപകടങ്ങൾ നേരിട്ടതാകാം, ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ പേടിച്ചതാകാം, ഇത് മുറിവുകൾ ഉണങ്ങാതെ നമ്മുടെ ബ്രെയിനകത്ത് കിടക്കും. അത് നമ്മളെങ്ങനെ പലപ്പോഴുമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ സമയങ്ങളിലൊക്കെ പലപ്പോഴും നൈറ്റ് മെയർ അഥവാ ദുസ്വപ്നങ്ങൾ കാണും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണും. അതേപോലെ തന്നെ ഫ്ലാഷ് ബാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു മൂവി പോലെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ അവോയ്ഡൻസ് ഉണ്ടാകും. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കും. ഒരു വാഹനാപകടമാണ് അയാളുടെ മനസ്സിൽ മുറിവുണങ്ങാതെ നിൽക്കുന്നതെങ്കിൽ വാഹനത്തിൽ കയറുന്നത്, അത്തരം സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത്, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നെഗറ്റീവ് കോഗ്നിറ്റീവ്സ്, ഈ അനാവശ്യമായ നെഗറ്റീവ് ചിന്തകൾ, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ചിന്തകൾ ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. കൃത്യമായ ഹീലിംഗ് ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ജീവിതത്തെയും ജീവനെയും അപകടപ്പെടുത്താൻ ഇത് കാരണമാകും. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, സൈക്കോ തെറാപ്പി ഒക്കെ നല്ല കൗൺസിലിങ്ങിലൂടെ അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ മെഡിസിനിലേക്കും പോവേണ്ട അവസ്ഥയിലാണ്